ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് അഹാന കൃഷ്ണയുടെ ഒരു എസ്സേ റൈറ്റപ്പ് ഉണ്ട്. 1-2 അല്ല, 7 പേജുണ്ട്. അയ്യോ എൻ്റെ പള്ളി, ഈ കൊച്ചി ഈ എസ്സേ റൈറ്റപ്പൊക്കെ എക്സാമിനേഷൻ എഴുതിയിരുന്നെങ്കിൽ ഡിസ്റ്റിങ്ഷനോ റാങ്കോ ഒക്കെ കിട്ടുമായിരുന്നു. എന്തൊരു എഴുത്താ! ഏതായാലും ഇത് മുഴുക്കം പറഞ്ഞു വരുമ്പോഴത്തേക്ക് നല്ല സമയം പിടിക്കും. അതുകൊണ്ട് ഇതൊരു ലെങ്തി വീഡിയോ ആകാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ മതി കേട്ടോ, പൊട്ടിച്ചാൽ സൗകര്യമായി സന്തോഷമായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. ഇറ്റ്സ് എ ലെങ്തി വീഡിയോ, അത് ഞാൻ എക്സ്ക്യൂസ് ചോദിക്കുന്നു. തുടക്കം. എത്ര പേജ് ഉണ്ടെന്ന് അറിയാം? 1, 2, 3, 4, 5, 6, 7 പേജുണ്ട്. ഈ 7 പേജിൽ ഇതിലും മാത്രം ഒരു എക്സ്പ്ലനേഷൻ എന്താണ് ഈ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വായിക്കാം. The event that unfolded across social media over the past few weeks have been deeply painful. കഷ്ടം, എൻ്റെ കുട്ടിക്ക് ഒത്തിരി വിഷമമായിട്ടോ, ഒത്തിരി വിഷമമായി. അതങ്ങനെയാണ്, സൈബർ ബുള്ളിങ് എന്നൊക്കെ കേൾക്കുമ്പം ഒരു ടെൻഷനൊക്കെ വരും. പോകെ പോകെ ഇതങ്ങ് പഴകിക്കോളും, നോ ഇഷ്യൂസ് അറ്റ് ആൾ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വരും. ആക്ച്വലി കുമ്മുവിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കുമ്മു ആയിരുന്നു അവിടെ ഏറ്റവും ബ്രൈറ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒത്തിരി എന്താ പറയണേ, ചൂപ്പറ എന്ന് കേട്ടത് ഇടത്ത് ഒരു നെഗറ്റീവ് കിട്ടിയപ്പോഴത്തേക്കുള്ളൊരു റിയാക്ഷനാണ് ആ കാണുന്നത്. അപ്പോൾ അത് ബാക്കി വായിക്കാം. ആൻഡ് ട്രോമാറ്റൈസിങ്. തരോമയാണ്, തരോമ ഉണ്ടായി. ഫോർ മൈ ഫാമിലി ആൻഡ് മീ. ഫാമിലിയും കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്തോ it has affected us in ways I cannot fully explain because we have never believed that family matters being on social media. എൻ്റെ പൊന്നു മോളെ, തമാശ പറയല്ലേ നീ. ഇഞ്ച ഫാമിലി എല്ലാത്തിനെയും കൊണ്ടൊന്നും ഇടയില്ലേ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരു സാധനം പിടിക്കുന്നു. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ എന്ന് വയ്ക്കുക, 6 ക്യാമറ ഉണ്ട്, 6 വ്ലോഗായിട്ട് അത് പോകുന്നത്. അതെന്തിനാ ഇപ്പോൾ? ഓരോരുത്തർക്കും ചാനലുണ്ട്, ഓരോരുത്തരും ഇത് സെയിം തിങ് തന്നെ റിപ്പീറ്റ് ചെയ്ത്. അതെന്തിനാ ഇപ്പോൾ? വേറെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾ ക്യാപ്ചർ ചെയ്യുമോ? ഇല്ല. അപ്പം നിങ്ങളുടെ 6 പേരടങ്ങുന്ന കുടുംബം, നിങ്ങൾ 4 കൃഷ്ണകുമാറും എല്ലാവരും ചേർന്ന് 6 പേരടങ്ങുന്ന ഈ കുടുംബത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ ഈ വിഷയങ്ങൾ കൊണ്ടിടുന്നത്? മീൻസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് അല്ലാതെ നിങ്ങൾ ആഗോള സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് അവിടെ നടത്തുന്നത്. രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ anything പോയിന്റിൽ ഒരു പോയിന്റൊക്കെ എഴുതിയിടും. നിങ്ങളുടെ അപ്പൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, പക്ഷെ ആ രാഷ്ട്രീയത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആരും ഇങ്ങനെ കമൻട്രി പറയാറില്ല. ഇടയ്ക്കിടയ്ക്ക് ദിയാ കൃഷ്ണ ഒരു മണ്ടത്തരം വിളിച്ച് പറയും, ഏറിപ്പോകും, താഴെ ഇറങ്ങി വരും. അതെന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഫാമിലി മാറ്റർ നിങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കുത്തിയിട്ടാൽ ഞങ്ങൾ അതെടുത്ത് വെച്ച് പറയും. ഞങ്ങൾക്ക് മെൻ്റഡ് ക്വാണ്ടാൻഡ് ട്രോമറ്റൈസ് ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇതിനെ പറയുന്നില്ല. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ശരിയാ something that should have remained within the walls of a home found its way into the public domain. ഇല്ലേ, തൻവി കൊച്ചിൻ്റെ കേസാണ് പറയണേ. വീടിനകത്ത് നടക്കേണ്ട സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇട്ട തൻവിക്കിട്ടാണ് അടിക്കുത്ത്. When emotions run high, was sometimes respond with our hearts rather than our heads. When I saw my mother being criticized for something I believe was unfair, I choose to speak up. അമ്മയെ പറ്റി മോശം പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടാതെയാണ് അവൾ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തോ പെർഹാപ്സ് ഐ കുഡ് ഹാവ് റിമെയിൻ സൈലൻറ്റ്. നല്ല കാര്യം, നീ മിണ്ടിയിരുന്നെങ്കിൽ കുഴപ്പമായാൽ. നീ മിണ്ടാതിരുന്നാണ് നല്ലത്. കാരണം നീ അമ്മച്ചി പറയുള്ളത് അമ്മച്ചി പറയുന്നതിന് പകരം അമ്മച്ചിയുടെ സ്ഥാനത്ത് കയറിയുന്ന വലിയ അമ്മച്ചി ചമയാൻ പോയത് കൊണ്ടാണ് നിനക്ക് ഈ പരിപാടി കിട്ടിയത്. നല്ല കാര്യം ഉണ്ടായിരുന്ന അമ്മച്ചിയെ കൊണ്ട് പറയിക്കണത് അമ്മച്ചിയെ കൊണ്ട് തന്നെ പറയിക്കണം മക്കാ, അല്ലാണ്ട് നീ അതിനകത്ത് കയറി കുത്തി പറയരുത്. ഇപ്പം ഷിന്ദുവിൻ്റെ മമ്മിക്കുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടെന്ന് വെക്കാം. സപ്പോസ് ജദ്ദ് ചെയ്യണ ഷിന്ദു മമ്മിയോട് പറയണം, ഷിന്ദു മമ്മി നിങ്ങൾ പോയി വഴക്കുണ്ടാക്കി, ഞാനല്ല ഇതിനകത്ത് വഴക്കുണ്ടാക്കേണ്ടത്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫാമിലി വെച്ചൊരു ടാലിയപ്പ് ചെയ്ത് തരാം. സത്യമായിട്ട് ഞാനും എൻ്റെ മമ്മിയും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ വളരെ സൈലൻ്റ് ആയിരിക്കും. അവരതിനകത്ത് അഭിപ്രായമേ പറയാൻ വരത്തില്ല. പറഞ്ഞാൽ ഞാൻ ഒരു നോട്ടവേ നോക്കുള്ളൂ. ഷീ ഈസ് മൈ മദർ എന്ന ഒരൊറ്റ നോട്ടത്തിൽ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് ആർഗ്യൂ ചെയ്യാം, ഷീ ഈസ് മൈ മദർ, നിങ്ങളുടെ ഗ്രാൻഡ് മദറാണ്, ആ റെസ്പെക്റ്റ് അവിടെ കാണിക്കണം. അല്ലെങ്കിൽ ഞാനങ്ങ് മറക്കും നിങ്ങളെൻ്റെ പിള്ളേരാണെന്ന്. ഇതാണ് പോയിന്റ്. ഇനി വേറൊന്നുണ്ട്, എൻ്റെ സിസ്റ്റർ ഞാനും കൂടെ കടിപിടി കൂടും. എൻ്റെ എൽഡർ സിസ്റ്ററാണ്, ഓർത്തോണം, എങ്ങറല്ല എൽഡർ. ഓളും ഞാനും കൂടെ ഗുസ്തി പിടിക്കുമ്പം അവരുടെ മക്കളും സൈലൻ്റ് ആയിരിക്കും, എൻ്റെ മക്കളും സൈലൻ്റ് ആയിരിക്കും. ഞങ്ങൾ തമ്മിൽ കോട്ടി പിടിച്ചങ്ങ് തീരും. അതിൻ്റെ ഇടയ്ക്ക് വരണ്ട. അവളുടെ മക്കൾ എന്തെങ്കിലും പറയാനൊന്ന് എഴുന്നേറ്റാൽ പോലും അവളൊരു നോട്ടം നോക്കും. ഷീ ഈസ് മൈ സിസ്റ്റർ. അതാണ് പോയിന്റ്. മോളെ, റിലേഷൻഷിപ്പ് എന്താണെന്ന് ആദ്യം പഠിച്ച കുട്ടി. പണം കൊണ്ട് നമുക്ക് വിലക്കെടുക്കാൻ പറ്റുന്നതല്ല ബന്ധങ്ങളുടെ മൂല്യം അറിയാതെ വളർന്നു എന്നുള്ളതിൻ്റെ കുറ്റം തന്നെയാണ്. ആ കുറ്റമാണ് ജനം അവിടെ കാണിച്ചത്.
അതിന് ഉത്തരവാദി ആരെന്നറിയാമോ? പേരൻറ്റിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ മമ്മ ഒരു വൃത്തികെട്ട പേരൻ്റാണ്. ഇപ്പോഴും മകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൂടെ ജനങ്ങളിലേക്ക് സ്വന്തം അമ്മയെ ഇട്ട് കൊടുക്കുകയാണ്. 4 പെൺമക്കളെ പറ്റ ആ പെണ്ണിനെ അറിയത്തില്ലേ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എന്താണെന്ന്? നിങ്ങൾ ആരും വിചാരിക്കുന്നതാണ് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് മാൻ. നിങ്ങളെ ഭാഷയെ പറഞ്ഞല്ലേ സീ കിഡ്സിന് മനസ്സിലാവുന്നതല്ല. യോയോ ഇറ്റ്സ് നോട്ട് എ ഈസി തിങ് മാൻ. ഞങ്ങളൊക്കെ അനുഭവിച്ച സ്ട്രഗിൾ എന്താണെന്നറിയാമോ? അഫ്കോഴ്സ് അവർക്ക് അതിനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. എൻ്റെ തല്ലാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. മുൻപൊക്കെ തല്ലെന്ന് പറഞ്ഞാൽ യജാതി തല്ലായിരുന്നെന്ന് അറിയാമോ? ഇപ്പം അതൊന്നുമില്ല. കയ്യോങ്ങിയ പിള്ളേരുണ്ടെങ്കിൽ കേസ് കൊടുക്കും. ഇവിടെ എൻ്റെ ഇളയ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരട്ടും. പോക്സോ കേസിൽ നിങ്ങളെ ഞാൻ അകത്താക്കുന്നു, എന്തിനെങ്കിലും അവനെ വരട്ടിയാൽ. അവൻ പറയണ കാര്യമാണ്, കാലം മാറി എന്ന് വെച്ച് ഞാൻ അവൻ്റെ അമ്മയല്ലാതാവില്ല. ഐ ആം മദർ. എനിക്ക് ആ ഡെസിഗ്നേഷൻ വേണം. അതുപോട്ടെ, അതിലേക്കൊക്കെ പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. നമുക്ക് നിൻ്റെ ഇംഗ്ലീഷിലേക്ക് പോവാം. പടത്തോനെ ഇതൊക്കെ പഠിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ പണ്ട് ഞാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ പത്രത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 100 രൂപ കിട്ടുമായിരുന്നു. ഇത് വല്ലതും കിട്ടുമെന്തോ, എന്തായാലും ഞാൻ പറയട്ടെ. പെർഹാപ്സ് ഐ കുഡ് ഹാവ് റിമെയിൻഡ് സൈലൻറ്റ്. അത് നല്ലായിരുന്നു, നീ സൈലൻ്റ് ആയിട്ടിരുന്നാൽ മതി. ബട്ട് ഹാഡ് ഐ ഡൺ സോ. എനിക്കത് മനസ്സിലായിട്ടില്ല. ഇംഗ്ലീഷിൽ അത്രയും പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എനിക്കത് മനസ്സിലായിട്ടില്ല. മൈ ഫാമിലി മേ ഹാവ് had to carry the weight of misunderstanding. എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്? ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് കോമൺ സെൻസ് മാത്രം പോരെ? ഇതിനകത്ത് എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു എന്നാണ്? ദാറ്റ് ഐ ഡിഡൻറ്റ് ബിലീവ് വാസ് ഫെയർ. At the time, I genuinely believe I was simply clarifying a misunderstanding with the truth. I remember thinking to myself, all I am saying is the truth. Okay, then what more is there to say? I never imagined that what would come up was a response built on false allegations. False allegations? അതിപ്പോൾ ആരുടെ ഈ ഫാൾസ് അലിഗേഷൻ പറഞ്ഞേ? എൻ്റെ അമ്മൂമ്മേനെ തെറി വിളിച്ചേനു. ആ കുട്ടി വോയിസ് ഉൾപ്പെടെയാണ് പബ്ലിഷ് ചെയ്തത്. അതിനകത്ത് ഇവിടെ ഫാൾസ് അലിഗേഷൻ വന്ന് അതെങ്ങനെ അമ്മക്കുട്ടി അതിനകത്ത് ഫാൾസ് അലിഗേഷൻ വരുന്നേ? അതിന് വേറെന്തെങ്കിലും ആയിരിക്കും. ലൈസ്, നോണകൾ. അത് നിങ്ങളെ സൈഡിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സെലക്റ്റീവ് നറേറ്റീവ്സ് സാധ്യതയുണ്ട്. ആൻഡ് ഡീപ്ലി പേഴ്സണൽ കോൺവെർസേഷൻ ബീയിങ് ബ്രോട്ട് ഇൻ ടു ദ പബ്ലിക് ഡൊമൈൻ. തൻവിയുടെ വിഷയം തന്നെയാണ്. മോളെ ഇജ്ജി പൊളിഞ്ഞി. ഇനി ഇതിനകത്തൊരു എക്സ്പ്ലനേഷൻ കൊണ്ട് ഇറങ്ങിയ അന്ന നാട്ടുകാരെ എടുത്ത് വെച്ച് പൊളിക്കുക. കട്ടൈ കൊച്ചിനെ എല്ലാവരും കൂടെ കൊല്ലുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. What I failed to foresee was how for people would go to ഭയങ്കര പാടടി. ഇത്തിരി മലയാളത്തിൽ എഴുതി ഇട്ടുകൂടി പെണ്ണെ. എന്തിനാണിത്? ഫേസിങ് വാട്ട് ദേ ഹാഡ് സെഡ് ആൻഡ് ഡൺ. സം പീപ്പിൾ ഡു നോട്ട് ഫേസ് ദെയർ ഓൺ വേർഡ്സ്. അതെനിക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ. ചില നേരം ഞാൻ പൊട്ടിത്തെറിച്ച് എന്തൊക്കെ പറയും, പിന്നീട് അത് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാകാറില്ല. അത് നീ പറഞ്ഞത് കറക്റ്റാണ്. എന്ത് കോണ്ടസ്റ്റിൽ പറഞ്ഞാലും അത് കറക്റ്റാണ്. ദേ ബിൽഡ് എ ന്യൂ സ്റ്റോറി. ആൻഡ് ദെൻ ഇത് മുഴുക്കെ എന്തെന്ന് പറഞ്ഞാൽ ആ പെങ്കൊച്ചിനെ പറയണം. നമ്മളതിനകത്ത് ഒന്നും കൂടുതൽ പറയാൻ പോവണ്ട. ദ ഫാക്ട് ദാറ്റ് ഐ ഡിഡൻറ്റ് സീ ദിസ് coming was where I was wrong. Had I imagined only in this possible, I may have full silence instead. അവളെ ഇതിനകത്ത് മറുപടി ഒന്നും പറയാതിരിക്കാൻ മൗനം വിദ്വാൻ ഭൂഷണം എന്നുള്ള രീതിയിൽ മൗനമായി ഇരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എനിക്കൊരു ഉണ്ടംപുഴിയും മനസ്സിലായിട്ടില്ല. ഫോർ എനിബഡി ഹൂ നോസ് മൈ ഗ്രാൻഡ് മദർ പേഴ്സണലി, ദിസ് വിൽ കം ആസ് നോ സർപ്രൈസ്. ബട്ട് സിൻസ് മെനി ഓഫ് യു നോ മൈ grandmother only through the content my family and I have shared over the years, I feel I owe you a brief explanation. The relationship between my grandmother and a few of us has been since October 2025 because of a series of unfortunate events that she is solely responsible for. If you had me speak to my grandmother in a certain manner, it was because she had spoken to me in ways that no grandparent or for that matter, no human being ever should. The words that were said to me crosses a line from which there, അതായത് അമ്മമ്മ തള്ള നല്ല മോശം പറഞ്ഞതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പുള്ളിക്കാരത്തി അങ്ങോട്ട് തകർത്തെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഏകദേശം ഒക്കെ പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആകെ മൊത്തത്തിൽ പുള്ളിക്കാരത്തി അങ്ങ് മെഴുകി തള്ളുകയാണ്. There has also been an attempt to portray this as an argument over money.
പൈസയെ പറ്റി അവിടെ സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ തൻവി പറഞ്ഞേനു? തൻവി അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇറ്റ് വാസ് നോട്ട് മൈ സിസ്റ്റേഴ്സ്. ആൻഡ് അത് നിങ്ങളാണ്, എനിക്ക് തോന്നുന്നത് അഹാനയാണത് പറഞ്ഞത്. പണത്തിൻ്റെ കേസൊക്കെ പറഞ്ഞത് അഹാനയാണ്. മണിയാണ് ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ളത്, മണി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാമെന്നൊക്കെ ഒരു നരേഷൻ പറഞ്ഞത് അഹാനയാണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലേ? ആണ്, അഹാനയാണത് പറഞ്ഞത്. You would have seen my grandmother reading out of a few messages from her phone that she said were sent by me. I leave you with one simple question. So why would anyone choose to read out another person's response while doing in very messages? എന്നെ പോ അവിടുന്ന്. ഓഹോ, ഭയങ്കരമായിട്ടുണ്ട്. ഇത് ഇത്രയും വായിച്ചെത്തത്തില്ല കേട്ടോ. അപ്പം ഞാനിത് ഫുള്ളായിട്ടൊന്നും എടുക്കുന്നില്ല. ഡിപ്രഷൻ, തെറോമ ആൻഡ് അതർ മെൻ്റൽ ഹെൽത്ത് സ്ട്രഗിൾസ് ആർ റിയൽ clinical conditions and experiences that deserves medical care, empathy, understanding and respect. They should never be used as a shield from accountability. They are not words that should ever be used to justify one's actions or wrongdoing. കുറേ ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ മാത്രം ഞാനൊന്ന് വായിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു. 7 out of 7, 7 പേജിൽ 7ാമത്തെ പേജാണ് ഞാൻ ഇനി വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ കുട്ടി ചെയ്തതിൻ്റെ ഒരു നെഗറ്റീവ് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അമ്മ എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് കുട്ടി സ്വയം പോയി ചാടി കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അഫ്കോഴ്സ് നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസിന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ തർക്കം പറയുന്നില്ല. എല്ലാവരുടെയും ഗ്രാൻഡ് പേരൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കാനാണ് ചാൻസ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവരുടെയൊക്കെ യഥാർത്ഥ പ്രാന്ത് സ്വഭാവം പുറത്തേക്ക് വരും. ദാറ്റ് പ്രാന്ത് നമ്മൾ പബ്ലിക്കിൽ കൊണ്ടിട്ട് നാട്ടുകാരെ കൊണ്ട് അവരെ രണ്ട് തെറി ഓടിപ്പിച്ചാൽ മാത്രം രക്ഷപ്പെടും, നന്നാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ മണ്ടര് വേറെയില്ല. ലെറ്റ് ഹർ ബി, അങ്ങനെ ഇരുന്നട്ടെ. ആ വശത്തോട്ട് നോക്കണ്ട. ഒരു ഫംഗ്ഷനിൽ അവർ വന്നാൽ ഒരു നോട്ടം നോക്കുക, മാമ വന്നിട്ടുണ്ടല്ലേ, ആ മുല്ലിലെങ്ങനെ കുത്തിയിരുന്നോളി, ആ വശത്തേക്ക് നോക്കാൻ പോകരുത്. അതാണ് അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റ്. അല്ലാതെ പബ്ലിക്കിലിട്ട് അലക്കുകയല്ല ചെയ്യേണ്ടത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങളുടെ ഗ്രാൻഡ് മദറാണ്. നമുക്ക് ലാസ്റ്റ് വായിക്കാം. ഫോർ എവരി വൺ ഹൂ ഹാസ് സ്റ്റുഡ് മൈ മീ. ആരൊക്കെ അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ടെന്നാണ് പറയണേ, എന്തൊരു എന്തോ. ബിലീവ് ഇൻ മീ ആൻഡ് റിമൈൻഡഡ് മീ ഓഫ് ഹൂ ഐ ആം. താങ്ക് യു. അവർക്ക് വേണ്ടി നിന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു താങ്ക് യു കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു അറ്റംപ്റ്റാണ്. ആ താങ്ക് യു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്തെന്താണ്? ജസ്റ്റ് ടു എവരി വൺ ഹൂ റീച്ച്ഡ് ഔട്ട് ആൻഡ് ടു എവരി വൺ ഹൂ സിംപ്ലി ചൂസ് നോട്ട് ടു ജഡ്ജ് മീ ആൻഡ് മൈ ഫാമിലി ഓൺ ഹാഫ് എ സ്റ്റോറി. പകുതി സ്റ്റോറി കേട്ടിട്ട് ഞങ്ങളെ ജഡ്ജ് ചെയ്യാതിരുന്ന ആൾക്കാരെ താങ്ക് യു പറയുന്നതാണ്. യു ഡിഡ് നോട്ട് ഹാവ് ടു ഗീവ് അസ് ദാറ്റ് പേഷ്യൻസ് ആൻഡ് യു ഡിഡ് ഇറ്റ്. ഇറ്റ് മാറ്റേർഡ് മോർ ദാൻ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. അത് മനസ്സിലാവുന്നു, നിനക്ക് നല്ല വിഷമമുണ്ടായി. ഐ നോ എക്സാക്ട്ലി വെയർ ഐ സ്റ്റാൻഡ് ആൻഡ് ഐ വിൽ കണ്ടിന്യൂ ടു സ്റ്റാൻഡ് ഹിയർ സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹൂസ് ലവ്, ഫെയ്ത്ത്, സപ്പോർട്ട് ഹാവ് ഓൾവേസ് ബീൻ ജെന്യുവൻ. വിത്ത് ദിസ് ഐ ആം ചൂസിങ് ടു ക്ലോസ് ദിസ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി ആൻഡ് ഐ ഹോപ്പ് ഫോർ അവർ. അവൾ അതങ്ങ് അടച്ചു വെക്കുകയാണ്. ഇനി ഇതിനകത്ത് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. തൻവി അപ്പുറത്ത് നിന്ന് എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് ബ്ലിങ്കി. ഇത് ഒരു ചെറിയ ചൂണ്ടയാണ്. ആ പെങ്കൊച്ച് എന്തെങ്കിലും പറയണം, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചട തുടങ്ങണം, പിന്നെ എவ்வளோക്കെ ഇടതരായിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കണം. ഇതൊക്കെയാണ് പ്ലാൻ എന്ന് തോന്നുന്നു. ബിഫോർ ഐ എൻഡ് ഐ വാണ്ട് ടു സേ ഓൺ ലാസ്റ്റ് തിങ്. ഓവർ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ഐ ഹാവ് വാച്ച്ഡ് ദ ഇന്റർനെറ്റ് ഡിസ്കവർ എ ന്യൂ കോൺട്രവേഴ്സി അബൌട്ട് മീ ആൾമോസ്റ്റ് every day. Some have been so amusing that they genuinely do not deserve a response of others, like the recurring stories about me and my sisters supposedly being bullies. സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറേ അധികം ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ പറ്റിയാണ് പറയുന്നത്. അത് അവൾ ഇഗ്നോർ ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മളങ്ങനെ കുറേ പേർക്ക് എഫക്റ്റ് ആകാറുണ്ട്. നമ്മുടെ സ്കൂൾ ഡേയ്സിൽ നമുക്കങ്ങനെ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യും. എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ പേരുമായിട്ടുള്ള ഒരു ഇത്. ആക്ച്വലി ഞാൻ പർപ്പസ്ലി അത് ചെയ്തതല്ല, ബട്ട് ഇറ്റ് ഹാപ്പൻസ്. ആൻഡ് ലേറ്റർ അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സേ സോറി ടു ദം. ആൻഡ് അല്ലാണ്ട് ഭയങ്കരമായിട്ട് വിളിക്കാൻ പോകരുത്. ബിക്കോസ് അവരുടെ മൈൻഡ് സെറ്റ് ആ സമയത്ത് നമ്മളെ ബുള്ളി ചെയ്തായിട്ട് തോന്നും. യൂഷ്വൽ തിങ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളൊരു ഗ്രൂപ്പ് ഡാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കോളേജിൽ. ഈ ഗ്രൂപ്പ് ഡാൻസ് സമയത്ത് നന്നായി ഡാൻസ് കളിക്കാൻ അറിയാവുന്നവർ തന്നെയല്ല അവർ ചൂസ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് ബാക്കിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെയറായിട്ട് വന്ന ആൾ അത്ര വലിയൊരു ഡാൻസറൊന്നും അല്ല, വഴക്കമില്ല ബോഡിക്ക്, നല്ല
സ്ട്രക്ചർ ഇല്ല. ഐ മീൻ എങ്ങനെ പറയാം, നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ നല്ല മെയ് വഴക്കം വേണം. അത് ആ കുട്ടിക്ക് തീരെയില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് റോബോട്ട് ഡാൻസ് നടക്കുന്ന ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ ഒരു ഇതുണ്ടാക്കുന്ന കൊറിയോഗ്രാഫറാണ്. പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, ഡേ ഇവർ എനിക്ക് പെയറായിട്ട് പറ്റത്തില്ല. അതിൻ്റെ റീസൺ മെയ് വഴക്കമില്ല. ആൻഡ് മേ ബി അതെന്നെയും കൂടെ എഫക്റ്റ് ചെയ്യും. സോ അവരെ മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് വേറൊരാളെ തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ. കോളേജ് ഡേയ്സിൽ എനിക്ക് വലിയ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല, എയ്തർ എനി വൺ, അവർക്ക് മെയ് വഴക്കം ഉണ്ടായിരിക്കണം, എനിക്ക് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ബട്ട് ദ നെക്സ്റ്റ് മൊമെൻ്റ് ആ കുട്ടി ഭയങ്കരമായിട്ട് വയലൻ്റായി അവിടുന്ന് ഇറങ്ങി അങ്ങ് പോയി. ദെൻ ഐ റിയലൈസ് ഇത് രഹസ്യമായിട്ട് പറയാമായിരുന്നു, ഇനി അത് രഹസ്യമായിട്ട് പറയണമായിരുന്നു എന്നുള്ളതാണ്. മേ ബി എന്നെ ഇപ്പോഴും ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ സീരിയസ്ലി അവളുടെ മനസ്സിൽ അത് ഉണ്ടാകും. ഞാൻ പക്ഷേ അത് പർപ്പസ്ലി പറഞ്ഞതല്ല. ഇറ്റ്സ് ക്വൈറ്റ്, നമ്മളൊരു ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ പെർഫോമൻസിൽ നമുക്കൊരു ഇനാം കിട്ടണമെന്നുണ്ടെങ്കിൽ 100% നമ്മുടെ കൂടെയുള്ളവരും അതുപോലെ പെർഫോം ചെയ്യണം. പെർഫോമൻസ് ആണ് അവിടെ ബേസ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്കിപ്പാവുക എന്നുള്ളതാണ്. ആൻഡ് ദ കോൺസിക്വൻസ് ഈസ് ഞാൻ ആ ഡാൻസ് പ്രോഗ്രാമിന് സ്കിപ്പായി. ബിക്കോസ് എന്നെ കാരണം ഒരാൾ കരഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഐ സെഡ് നോ, ഞാനില്ല ഇതിനകത്ത്, ക്യാരി ഓൺ. പിന്നെ അത് കോംപ്രമൈസ് ആയി, കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന് എല്ലാവരും കൂടെ വന്നിട്ട് അവിടെയും കൂടെ വെച്ച് കളിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നോ, എനിക്ക് പറ്റത്തില്ല, ഞാനങ്ങ് മാറിക്കൊടുത്തു. അത്രയാണ് അതിൻ്റെ സംഭവം. ബാക്കിയുള്ളവരെല്ലാം അത് പെർഫോം ചെയ്യുക എന്താ ചെയ്താൽ ഞാൻ അതിനകത്ത് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവരുടെ അമ്മ ഇടപെട്ട് ആ കുട്ടികളെ മാറ്റി നിർത്തും, നീക്കിയത്, അങ്ങനെ എന്തോ ഹെൽപ്ഫുള്ളായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നത്. സോ അതാണ് പറയണത്. അഹാന ഇപ്പോഴും അതിനകത്ത് അഡമൻ്റായിട്ട് നിൽക്കുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങളുടെ ഒരു ഈഗോയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു ഈഗോയിഷാണ്, അതാണ് അതിൻ്റെ സത്യം. So to anyone who is genuinely interested in the truth, I have a simple invitation. I studied at Holy Angels ISC School in Trivandrum and later at MOP Vaishnav College in Chennai. Please visit these institutions, speak to the people who know them best. Do your research and verify the fact before choosing to believe. പിന്നെ ഇനിയിപ്പോൾ എവളെ അഡ്രസ്സും മറ്റതും അന്വേഷിച്ച് ആളുകൾ പോകാൻ പറ്റും, അത് പറയാനാണ്. And finally, just in case anyone thinks cyberbullying can make me question my worth, dim my light, or change the way I see myself, think again. Love, peace, dignity and truth. അഹാന കൃഷ്ണ. ഇതെന്താണെന്നറിയാമോ? അഹാന 23,000 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, 109 പേര് അത് ഷെയർ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവരത് 10.7K 1000 കമൻസും ഉണ്ട്. നമുക്ക് കമൻറ്റും കൂടെ ഒന്ന് നോക്കാം എന്താണെന്ന്. യു ആർ ദ ബെസ്റ്റ് അൺഡബ്ലി. പിന്നെയുണ്ട് കൊണ്ട് സ്റ്റേ സ്ട്രോങ് ചേച്ചി, മോർ പവർ ടു യു ആൻഡ് യുവർ ഫാമിലി. വി നോ യു അമ്മു സിസ്, ഗോഡ് ബ്ലസ് യു. ഇതിട്ടിരിക്കുന്നത് രേഷ്മയാണ്. സ്റ്റിൽ നൗ ആൻഡ് ദെൻ ഐ ലവ് യുവർ ഫാമിലി, എസ്പെഷ്യലി സിന്ധു അമ്മ. ഐ സ്റ്റാൻഡ് വിത്ത് യു. ലൈഫ് ഈസ് ഹാർഡ് when it's only women's are more in family. പെണ്ണുങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ലൈഫ് ആടെന്നാ എൻ്റെ പൊന്നു മോളെ. ഇതൊക്കെ എന്തിനാണ് ഈ പറയുന്നത്? പെണ്ണുങ്ങളാണ് അധികം ഉണ്ടെങ്കിൽ അവിടെ ലൈഫ് ഭയങ്കര സൂപ്പർ ആകുമെന്നാണ് ഞാൻ പറയുന്നത്. കുറേ പേരുണ്ട്. Could you spoke up for yourself and family? People make assumptions and judge quickly without knowing the facts, but lies don't last. Trust the truth. You are someone who cares wholeheartedly, finds joy in making your loved ones happy. There is no way you would strain relationship with the grandma for some stupid reason. Anyway, ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പേരൻ്റ് ആയിരുന്നാലും നമ്മുടെ റിലേറ്റീവ്സ് ആയിരുന്നാലും ഇപ്പം എൻ്റെ അമ്മയോടായിരുന്നാലും എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ ഒക്കത്തില്ല. ഡിഫറെൻറ്റ് ഇതുണ്ടാകും. ഇപ്പം മക്കൾക്കിടയിൽ നമുക്കും ഉണ്ടാകും. ഒരാളുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയും ഇവൻ ഇങ്ങനെ ആയിരിക്കും, അവൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അഹാനയ്ക്ക് ഇത് പറഞ്ഞു തരാനുള്ള ആളുണ്ടായിരുന്നില്ല. എവരിത്തിങ് നിങ്ങൾക്കൊരു കണ്ടന്റ് ആയതാണ് ഈ പ്രോബ്ലം. നിങ്ങൾക്ക് അമ്മമ്മയുമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റിൽ അവർ വരാനേ പാടില്ലായിരുന്നു. പക്ഷേ യു യൂസ്ഡ് ഹർ. നിങ്ങൾ അവരെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവരെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഷീ ഡിസേർവ് ഹാഫ് ഓഫ് ദാറ്റ് എമൗണ്ട്. നിങ്ങൾ എത്ര ഉണ്ടാക്കി അതിൻ്റെ ഒരു പകുതി അവർക്ക് പോകണം. ബിക്കോസ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത്തരം റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നവരാണ് ആ വീഡിയോസൊക്കെ കൂടുതൽ വാച്ച് ചെയ്തിട്ടുണ്ടാവുക. സോ നിങ്ങൾ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പീപ്പിൾ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ
രണ്ടാമത്തെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോയിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം. നമ്മൾ എപ്പോഴാണ് ഏറ്റവും ഉയർന്ന ചിന്താധാരയിലേക്ക് പോകുന്നതെന്ന് പറയാം, ഡൗൺ ടു എർത്ത് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ്. എല്ലാം ഈക്വലാണ്, അത് മനസ്സിലാക്കുക. അപ്പം നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ കുറച്ച് കൂടുതലുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലുണ്ടായി, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ദ അതർ പാർട്ടി ആൾസോ അവരുടെ ഭാഗത്ത് നിന്ന് അതുപോലൊരു സിമിലർ വേയിൽ ഉണ്ടാകുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഹെൽപ്പിനൊക്കെ ആരെങ്കിലും വന്ന്, ഞാനിപ്പോഴും ഹെൽപ്പ് എന്നാണ് പറയുക, പക്ഷേ പലരും ജോലിക്കാരി എന്ന് പറഞ്ഞിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ സെർവൻറ്റിനെ കിട്ടാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ബിക്കോസ് അതെന്തോ ഒരു റോങ് ജോബായിട്ട് പലർക്കും തോന്നുന്നത്. സത്യത്തിൽ അവർ ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ജോബാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് എഴുന്നേറ്റ് പോയി ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ സമയക്കുറവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അവർ ചെയ്യുകയാണ്. അപ്പം നമുക്ക് അവരോട് താങ്ക്സ് ആണ് തോന്നേണ്ടത്. പകരം പലരും വേലക്കാരിയല്ലേ ഈ ഒരു ടൈമാണ്. അതാണ് പ്രോബ്ലം. അതാണ് ആ ഈഗോയുടെ ഒരു വേരിയേഷൻ. ഞാൻ പറഞ്ഞു, മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പിടികിട്ടിയത് അതാണ്. ഫസ്റ്റ് തിങ്, നമ്മൾ വലിയ ആളായിരിക്കാം. മീൻസ് ഇപ്പം അഹാന എന്ന് പറയുന്ന ഒരു കുട്ടി, കുമു കൊച്ച് വലിയ ആളായിരിക്കാം. പക്ഷേ അതെന്താണെന്നറിയാമോ, നമ്മളിപ്പം സിന്ധുവിൻ്റെ വ്ളോഗ് കാണുന്നു, ആൻഡ് ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ വ്ളോഗ് കാണുന്നു, എല്ലാവരെയും നമുക്കിഷ്ടമാണ്. നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ഗേൾസാണ്, കാണാൻ നല്ല ചന്തമുള്ള കുട്ടികളാണ്, ഒരു തർക്കമില്ല. അമ്മയുടെ സൗന്ദര്യം അങ്ങനെ തന്നെ പകർന്നു കിട്ടിയ കുട്ടികൾ തന്നെയാണ്, ഒരു തർക്കമില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് പറയുമ്പം, നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു സംഗതി, നമ്മുടെ ഉള്ളിലുള്ള സംഗതി പുറത്തേക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ, അത് ആളുകൾക്ക് പിടികിട്ടി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളതെല്ലാം ഡിമ്മാവും. കൊച്ചു പറയണത് ഇതൊന്നും ഡിമ്മാവത്തില്ലെന്ന്. ഡിമ്മാണ് ഇപ്പോഴേ, ഡിമ്മെന്നല്ല, ഹെവിലി ഡാമേജ്ഡ് ആണ്. ഇനി അത് റിക്കവർ ചെയ്യാൻ ഈ പറഞ്ഞ സാധനത്തിൽ അഡമൻ്റായിട്ട് ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാതിരിക്കുക. ബിക്കോസ് യു മെയ്ഡ് എ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് മനസ്സിലാക്കുക, ദെൻ അതിനകത്ത് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുക. സൊല്യൂഷനിൽ കൂടെ തീർത്ത് പരിഹരിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. തന്വിയെ ഒറ്റപ്പെടുത്താതിരിക്കുക. കാരണം തന്വിയെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യും. ബിക്കോസ് ഈ മൊത്തത്തിൽ ജനങ്ങളുടെ ഒരു രീതി അതാണ്. ഓൾവേസ് ആളുകൾ നോക്കുന്ന എന്തിലാണെന്ന് അറിയാമോ, ഒറ്റപ്പെട്ട് നിൽക്കുന്നു, തനിച്ച് നിൽക്കുന്നു, അമ്മയില്ല, സഹോദരങ്ങളില്ല, അച്ഛനില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നു. പക്ഷെ അവൾ ചെയ്യുന്നത് ഗ്രേറ്റ് ജോബാണ്. ഇത്രയും ടോക്സിക്കായ ഒരു ഗ്രാൻഡ് മദർ, എക്സാക്ട്ലി ആ വേർഡ് അവിടെ കീ ആയിട്ട് എടുത്തോളൂ. ടോക്സിക്കാണ് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻറ്റ്, ഗ്രാൻഡ് മദർ സ്പെഷ്യലി ആണ്. പക്ഷേ അവരെ നോക്കാൻ തയ്യാറായി നിൽക്കുന്ന തന്വിക്കാണ് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവുക. അതൊരു റിയാലിറ്റിയാണ്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ തന്വിയെ കൺസേൺ ചെയ്യേണ്ടത് ഈ രീതിയിലല്ല. നിങ്ങൾ പകയോടുകൂടി തന്വിയെ ഇത് ചെയ്യരുത്, മീൻസ് കൺസേൺ ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ എക്സ്പോസ് ചെയ്തത് തന്വിയാണ് എന്നാണ്. അല്ല, നിങ്ങളാണ് നിങ്ങളെ മീൻസ് എക്സ്പോസ് ചെയ്തത്. നിങ്ങളത് ചെയ്യാൻ പോകരുതായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സംഗതി വരുമ്പോൾ തന്വിയെ ഇപ്പം അങ്ങ് തീർത്ത് കളയാം എന്നിറങ്ങിയത് നിങ്ങളാണ്. അഫ്കോഴ്സ് എൻ്റെ ഒരു അഭിപ്രായം അതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം കേട്ടോ. ഈ ഒരു വിഷയത്തിൽ 100% തന്വിയെ കൊല വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മുവിൻ്റെ ഒരു ട്രൈ. അതിനെ സിന്ധു അമ്മ പറഞ്ഞാൽ അത് ശരിയാകത്തില്ല എന്നുള്ളത് കൊണ്ട് അമ്മു കയറി അങ്ങ് ഹെഡ് ചെയ്തു. മാറിയില്ലേ, ഞാനിപ്പോൾ തീർത്ത് തരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചാടി വീണതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവ് വശം. ഒരു പക്ഷെ അത് സിന്ധുവാണ് പറഞ്ഞിരുന്നെങ്കിൽ തന്വി അവിടെ തോറ്റു പോകുമായിരുന്നു. തന്വിക്ക് എഗൻസ്റ്റ് സിന്ധുവാണ് വരുന്നതെങ്കിൽ തീർന്ന്. അതിൻ്റെ ഒപ്പം സിന്ധുവിൻ്റെ ഒപ്പം തന്വിയുടെ അമ്മയും കൂടെ ഇറങ്ങി നിന്നിരുന്നെങ്കിൽ തീർന്നു, ചീട്ട് കീറി തന്വിയുടെ. പക്ഷേ അമ്മു ഇറങ്ങിയതാണ് അമ്മു വിചാരിച്ചതിനേക്കാൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ വന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ പ്രൊഫൈൽ വാച്ച് ചെയ്യുന്നവർ ഇപ്പോൾ ഒരു 100 ഉണ്ടെങ്കിൽ 80 ഓഫ് ദം നമ്മുടെ എനിമീസ് ആയിരിക്കും. 80 ഓഫ് ദം നമ്മുടെ എനിമീസാണ് 100%. അതിലും ഈ എനിമി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ ആർക്കും ഒരു ശത്രുതയൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ എനിമിറ്റി വരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് അറിയാമോ? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കല്ല നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. നമ്മളെ പോലെ ആകാൻ സാധിക്കാത്ത അസൂയക്കാർ നമ്മുടെ ശത്രുക്കളാണ്. അവർ നമുക്കൊപ്പം നിൽക്കും. അവരാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറസ് പേഴ്സൺസ്. നമ്മൾ വിചാരിക്കും, നമ്മളെ കൂടെ നിൽക്കുമല്ലേ, ഇവർ നമ്മളോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്ന്. ഇല്ല, സമയം കിട്ടാൻ നിൽക്കുകയാണ്. ഏറ്റവും വലിയ ശത്രു നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മളെ കൂടെ നിൽക്കുന്നെന്ന് പറയുന്ന അസൂയയുള്ള ആ കൂട്ടുകാരായിരിക്കും. സോ അത് ശരിക്കും മനസ്സിലാക്കുക. അവസരം കിട്ടുമ്പോൾ ഒരു ചവിട്ടി തരും.
അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഈ ഒരു സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഗതിയാണ്, വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഗതിയാണ്. അത് അറിയുന്നത് കൊണ്ട് തന്നെ പറയുന്നതാണ്. അത് ഓവർകം ചെയ്യാൻ സെൽഫ് ലവ് ആണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാൽ എന്ത് വാഴ, ഇഗ്നോർ ഇറ്റ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഫെയില്യുവറാണ്, അമ്മയും മോളും ഫെയില്യുവറാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിന്ധു എന്ന വ്യക്തി ആദ്യം മനസ്സിലാക്കേണ്ട, ഞാനും ഒരു അമ്മയാണ്. എൻ്റെ മക്കളിൽ ഒരാൾ എന്നെ തള്ളി പറഞ്ഞാൽ എനിക്ക് എത്ര വേദന ഉണ്ടാകുമെന്ന് ഇമാജിൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തോ ആവട്ടെ, എൻ്റെ മക്കളിൽ ഒരാൾ തള്ളി പറഞ്ഞാൽ എനിക്കെങ്ങനെ ഹേർട്ട് ചെയ്യും, അതാണ് എൻ്റെ അമ്മയ്ക്ക് ഹേർട്ട് ചെയ്യണത് എന്ന് മനസ്സിലാക്കുക. ഇനി എത്ര കാലം നിങ്ങൾ ആരോടായി വാശി പിടിക്കുന്നേ? നാളെയോ മറ്റന്നാളോ എന്ന് കാത്തിരിക്കുന്ന ആ പാവം വൃത്തയോടോ? എന്താണ് അതിൻ്റെ പ്രയോജനം? നിങ്ങൾ അവരെ ജയിച്ചാൽ നിങ്ങൾ ജയിച്ചു എന്നാവൂ. ലോകത്തിൻ്റെ മുമ്പിൽ ആ സ്ത്രീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ നമുക്ക് പോലും മനസ്സിലാവുന്നുണ്ട് അവരൊരു ടോക്സിക് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കരുണ എന്നൊന്നില്ലേ? അവരുടെ ആ ഒരു ഏജിനെ നമുക്കൊന്ന് കൺസേൺ ചെയ്തുകൂടെ? ഇഗ്നോർ ഇറ്റ്. അവരവരുടെ വഴി നോക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ വഴിയും നോക്കുക. തൻവി ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മിണ്ടണ്ട, കഴിഞ്ഞല്ലോ. പക്ഷെ തൻവിയെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 7 പേജിലുള്ള സാധനം എഴുതി കൊണ്ടുവന്ന് നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചാൽ ഈച്ച് ആൻഡ് എവറി പാരഗ്രാഫിൽ നിങ്ങൾക്കെതിരെയുള്ള വടിയാണ് നിങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത്രയൊന്നും ഞാൻ എടുത്തില്ല, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. പക്ഷെ അത്രയും എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുക്ക നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആഹാന. അത് മനസ്സിലാക്കിയിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ് ദ ബെസ്റ്റ് തിങ്. പിന്നെ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ ഈ ഒരു കാര്യത്തിനെടുത്ത് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുടുംബത്തിലേക്ക് പലരും അലർട്ട് ചെയ്യും, ഇൻക്ലൂഡിങ് മീ. ഞാനും അത് ചെയ്യും. എൻ്റെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടും. ബിക്കോസ് അവൾക്ക് നാളെ എന്നോട് വരാനുള്ള വൈരാഗ്യമാണ്. ഞാനും ഇതുപോലെയൊക്കെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാവും ഒരു ഏജ് കഴിഞ്ഞാൽ. സിന്ധുവും ഇതുപോലെ ഇറിറ്റേറ്റഡ് ആകും. അത് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും. അത് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ അവരുടെ കാലം, ഇപ്പോൾ പണ്ടത്തെ കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഗ്യാപ്പ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു പ്രായത്തിൽ വിവാഹം കഴിഞ്ഞ ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4 അടുക്കള വേണം. ഐ മീൻ നമുക്ക് ആദ്യം ഒരു ടോട്ടലി എല്ലാവർക്കൊക്കെ നിന്ന് പെരുമാറാനുള്ള ഒരു അടുക്കള, അത് ചീത്തയാകാതിരിക്കാൻ താഴോട്ടൊരു ഗ്യാസ് അടുക്കള, അതിൻ്റെ അപ്പുറത്ത് പിന്നെ വിറകടുക്കള, ഇതിൻ്റെ അപ്പുറത്ത് ഉരലും അതും ഇതുമൊക്കെ വെക്കാനുള്ള ഒരു അടുക്കള, അങ്ങനെ മൊത്തം 4 അടുക്കള വേണം. അങ്ങനെയുള്ളൊരു വീടായിരുന്നു എൻ്റെ സ്വപ്നം. അതേപോലെ തന്നെ പിന്നെ ബെഡ്റൂമിൽ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഡ്രസ്സിങ് റൂം വേണം. ആൻഡ് ദെൻ അതിൽ നിന്നായിരിക്കണം വാഷ്റൂമിലേക്ക് പോകേണ്ടത്. ബാത്ത് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് പോർഷൻ, ടോയ്ലറ്റ് പോകാൻ ഒരു സെപ്പറേറ്റ് പോർഷൻ. ഇതൊക്കെയാണ് ഐഡിയാസ്, വീടുണ്ടാക്കുമ്പോൾ ഐഡിയാസാണ്. ആൻഡ് നമ്മൾ വിദേശത്തൊക്കെ പോയി അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ റിയലൈസ് ചെയ്തൊരു കാര്യം, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ടൈം വേസ്റ്റ്, മണി വേസ്റ്റ്, ഇത്രയും പൈസ അവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന വേസ്റ്റ് എന്ന് തിരിച്ചറിയുന്ന അടുത്ത ഒരു ഫോമിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് പറയും, ഇതൊന്നും വേണ്ട. അതേ ഇന്നത്തെ കുട്ടികളുടെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ അവർ പറയണത് ഒരു പാൻട്രി കിച്ചൺ ഉണ്ടെങ്കിൽ ധാരാളം, ആർക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ സമയം, ഞങ്ങൾ സ്വിഗ്ഗിയിൽ വിളിക്കും. അതിലേക്ക് ആളുകൾ മാറ്റപ്പെടുന്നു. ഈ പാൻട്രി കിച്ചനും ഒരു ബെഡ്, ഒരു സിംഗിൾ സ്റ്റുഡിയോ ഫ്ലാറ്റ് മതി എന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴുള്ളത്. ന്യൂക്ലിയർ കുടുംബം, അവരിപ്പോഴങ്ങനെയാണ്. അത് ഞങ്ങളുടെ കാലഘട്ടത്തിലില്ല. എന്തുകൊണ്ടില്ല? എന്തിനാണ് ഇത്രയും വലിയ കിച്ചൺ? ബിക്കോസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു കുട്ടി ഋതുമതിയായാലും ഫംഗ്ഷനാണ്. അപ്പോൾ നോക്കുമ്പം ചേച്ചി, ചേട്ടൻ, ചേട്ടാച്ചൻ, പൂച്ചച്ചൻ, പൊച്ചച്ചൻ, കൊച്ചച്ചൻ, മച്ചച്ചൻ, കൊച്ചച്ചൻ എന്ന് വേണ്ട ലോകത്തുള്ള സർവ്വരും വരും വീട്ടിൽ. ഒരു ദിവസം അവിടെ തമ്പടിക്കും. അപ്പോൾ അതിന് വേണ്ട ഹാളുണ്ടാകണം, താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാകണം, ഗസ്റ്റ് റൂമെന്ന് പോരാതെ നമ്മൾ മിക്കവാറും ഫാമിലീസ് എല്ലാം കൂടെ ഇറങ്ങി ടെറസിൽ പോയി കിടക്കുന്ന സ്ഥലമുണ്ട്, ചിലർ മുറ്റത്ത് കിടക്കുന്ന പരിപാടിയുണ്ട്, ചിലർ ഹാളിൽ കിടക്കുന്ന പരിപാടിയുണ്ട്. ഇങ്ങനെ വീട് നിറച്ച ആളായിരിക്കും. അപ്പോൾ അതിനെ കൺസേൺ ചെയ്തിട്ട് അത്രയും വലിയ വീട് വേണമെന്നൊരു സങ്കല്പം ഉണ്ടാകും. ഇന്നതില്ല, ന്യൂക്ലിയർ ഫാമിലിയാണ്. എന്ത് ഫംഗ്ഷൻ, ഇപ്പോൾ അഹാനയുടെ അനിയത്തി തന്നെ ഒരു വലിയ തിരിച്ചറിവാണ്. അവളെ മോൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ കൊച്ചിനെ എടുത്തുകൊണ്ട് അവൾ വിദേശത്തോട്ട് പോയി. ഞങ്ങളങ്ങ് ആഘോഷിക്കണം, നിങ്ങളെ ജോലി നോക്കുക. ആ വീട്ടിൽ ആദ്യത്തെ സന്തതിയാണോ? അത് ശരിക്കും അവിടെയല്ലേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, കാര്യമായിട്ടല്ലേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഈവൻ അവളുടെ വിവാഹം ആലോചിച്ച് നോക്കിയാണ്. ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളുടെ മകളുടെ കല്യാണമാണ്. എത്ര പേരെ വിളിച്ചു, എന്ത് ഫംഗ്ഷനാണ് നടത്തിയത്? ഇല്ല. അപ്പോൾ നിങ്ങൾ സെൽഫിഷായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു പ്രത്യേകത, അവർ ചിന്തിക്കുന്നത് സെൽഫിഷാണ്. അത് ഞാൻ നിങ്ങളെ മാത്രം പറയുന്നല്ല കേട്ടോ, എൻ്റെ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ വിവാഹമൊന്നും ഇവിടെ ബഹളമൊന്നും വയ്ക്കാക്കൂല, അങ്ങനെ തന്നെയാണ് പറയുന്നത്. 2 പേർ തമ്മിലുള്ള ഒരു ഇതാണ്. അതിന് ഇത്രയും ബഹളവും ഇതൊന്നും ഇവിടെ കാണിക്കാക്കത്തില്ല. ബന്ധുക്കൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചോറ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലാണ്ട് നടക്കത്തില്ല എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ആ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. കാലം മാറുമ്പോൾ നമ്മുടെ കോലവും മാറും. ഈ
പാൻട്രി കിച്ചണിലേക്ക് നിങ്ങളുടെ ഒരു ഗ്രാൻഡ് മദർ വന്ന് കയറുമ്പം അവർ ചോദിക്കുന്ന ചോദ്യം എന്താ, ഇതാണോ വീട്, ഇതാണോ ഇങ്ങനെയാണോ എന്ന് അവർ ചോദിക്കും. ബിക്കോസ് അവർ ജീവിച്ച ഒരു രീതിയിൽ അവരുടെ ഒരു സർക്കിളിൽ ഇങ്ങനെ ഒരെണ്ണം അവരെ ചിന്തയെ പോലും ഇല്ല. 10 പേര് കൂടുതലോ നിങ്ങൾ എവിടെ ഇരുത്തും? അപ്പം നിങ്ങൾ പറയും, അയ്യോ എന്തിനിപ്പോൾ വരുന്നത്, നമ്മൾ ഹാള് ബുക്ക് ചെയ്യുമെന്ന് പറയും. ആ ഒരു എക്സ്പെൻസാണ് അവർ ആലോചിക്കുന്നത്. പിന്നെ നമുക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി ഓൺസ് അല്ലെങ്കിൽ മന്ത്ലി ഓൺസൊക്കെ വരുന്ന ഒരു സെലിബ്രേഷൻ നമ്മളൊരു ഹാള് ബുക്ക് ചെയ്ത് അതിനകത്ത് അങ്ങ് തകർക്കും എന്നാണ്. അവരങ്ങനെയല്ല ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഹാളൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ നാട്ടുകാരെയൊക്കെ വിളിച്ച് വലിയ ഫംഗ്ഷനൊക്കെ നടത്തുന്നതിനെക്കാട്ടും, മീൻസ് അങ്ങനെ പൈസ വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ സ്വന്തം വീട്ടിൽ വെച്ച് ഇത് നടത്താം. പണ്ടൊക്കെ വീട്ടിൻ്റെ മുറ്റത്താണ് ഇതിടുന്നത്, പന്തലിടുന്നത്. അവർ ഹാൾ ബുക്ക് ചെയ്യത്തില്ല, ആ എക്സ്പെൻസിന് അവർ നിൽക്കത്തില്ല. ആ പൈസയും കൂടെ അവർ ചേർത്ത് പിടിച്ച് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു അസറ്റാക്കി നിങ്ങൾക്ക് തരാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അവർ കൊണ്ട വെയിലാണ് നമ്മൾ കൊള്ളുന്ന തണലെന്നുള്ളതൊരു വാസ്തവമാണ്. പലരും പറയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപ്പന്മാരൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്ന്. നിങ്ങൾ ഈ രീതിയിൽ നിന്ന് സംസാരിക്കാനുള്ള പ്രാപ്തി അവരുണ്ടാക്കി തന്നില്ലേ? അത് തന്നെ അവരുടെ കഴിവല്ലേ? അവരൊന്ന് നോക്കണ്ടെന്ന് നിങ്ങൾ ഒരു അനാഥാലയത്തെ കൊണ്ടിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? സോ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുകയും താങ്ക്ഫുൾ ആയിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്. സോ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആണ്. അഹാനയ്ക്കും ഫാമിലിക്കുമുള്ള ഒരേ ഒരു പ്രശ്നം, അവർ ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലത്തിലായിരുന്ന സമയത്ത് അവർ നേരിട്ട ബുദ്ധിമുട്ടുകളെ വെച്ച് അവർ കമ്പാരിസൺ നടത്തുന്നതാണ്. ലോകത്തൊരിടത്തും നമുക്ക് സമാധാനമോ സന്തോഷമോ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതൊരു തിരിച്ചറിവാണ്. യെസ്, ഓഫ് കോഴ്സ് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബലമുള്ളവരാകും. ഇപ്പം എനിക്ക് പീസ്ഫുൾ മൈൻഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ അടുത്ത മാസം EMI അടയ്ക്കേണ്ട എന്നൊരു ഇതുണ്ടെങ്കിൽ നമുക്കൊരു കംഫർട്ട് സോണൊക്കെ വരും. അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അതാണോ എൻ്റെ കംഫർട്ട് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല സമാധാനവും ബന്ധങ്ങളും എന്നുള്ളത് തിരിച്ചറിവാണ്. അങ്ങനെ നിങ്ങളുടെ പണത്തിൻ്റെ പുറത്ത് ആരെങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ കുടലും ആക്കി ചവിട്ടി തരുമെന്നുള്ളത് തർക്കിക്കേ വേണ്ട. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ലെങ്തി വീഡിയോ ആയതിൽ സോറി. ഞാനിത് കുറേ കൂടെ ലെങ്തി ആയി പോകുമായിരുന്നു, ഞാനത് കുറച്ചങ്ങ് കളഞ്ഞതാണ്. അഹാനയുടെ എനിക്ക് പേഴ്സണലി യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എന്തോ പോലീസ് കേസൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്താ പറയുക, അതൊക്കെ നമ്മൾ ജനാധിപത്യ രാജ്യത്തിലേക്കുള്ള നമ്മളതൊക്കെ ഓവർകം ചെയ്യും. സോ അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്യേണ്ടതാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്. കാണാം.